رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ പണ്ഡിതൻ അൽ-ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിരിക്കുന്ന അൽ ഉർജൂസത്തുൽ മിഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആമുഖമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ, നീ നന്മകളിൽ ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല. നന്മകളിൽ ഒരു കാര്യത്തെയും നീ ചെറുതായി കാണാൻ പാടില്ല. വലൗ അൻ തൽഖ അഖാക ബി വജ്ഹിൻ തലീഖ്, നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും നീ എന്തു ചെയ്യാൻ പാടില്ല, ചെറുതായി കാണാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം അത് ഉലമാക്കൾ പറഞ്ഞതായി കാണാം, സുന്നത്തായ കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. തലബുൽ ഇൽം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മുടെ നിയ്യത്തിനെ നമ്മൾ ചെറുതായി കാണാതെ അതിനെ വലുതാക്കുക. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ, എത്രയെത്ര ചെറിയ പ്രവർത്തികളാണ് നിയ്യത്ത് അതിനെ വലുതാക്കിയത്. എന്താണ് സഹോദരങ്ങളെ ഇത് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം? എന്താണ് ഇതിന്റെ അർത്ഥം? അഥവാ ചെറിയ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അതിനെ വലുതാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ആ പ്രവൃത്തിയെ, നിയ്യത്ത് നമുക്ക് വലുതാക്കാൻ സാധിക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ മാറിയിരുന്നു, നമുക്ക് എന്തൊക്കെ നിയ്യത്തുകൾ മനസ്സിൽ വെക്കാൻ സാധിക്കും? ഞാൻ ഈ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഒരാളെ പറ്റി ഗീബത്ത് പറയുന്നില്ല, ഒരു നിയ്യത്ത്. രണ്ടാമത്തേത്, ഞാൻ ഈ മസ്ജിദിൽ ഇരിക്കുമ്പോൾ വ്യഭിചരിക്കുന്നില്ല. മൂന്നാമത്തേത്, ഞാൻ ഈ മസ്ജിദിൽ ഇരിക്കുമ്പോൾ മദ്യപിക്കുന്നില്ല. ഇങ്ങനെ ധാരാളം നിയ്യാത്തുകൾ മനസ്സിൽ വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തികൾ അതിന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ധാരാളം നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, ആദാതു അഹ്ലിൽ യഖ്ളതി ഇബാദാത്ത്, നല്ല ഉണർവോടുകൂടി അവരുടെ ദൈനംദിന ചര്യകൾ ചെയ്യുന്ന ആളുകൾ അവർ അതിനെ ഇബാദത്താക്കി മാറ്റും. ഉദാഹരണത്തിന് ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അവനത് ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ്? അവന് നിയ്യത്ത് വെക്കാം, ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ എനിക്ക് റബ്ബിനെ നല്ലോണം ഇബാദത്ത് ചെയ്യണം എന്ന രൂപത്തിലാണ് അവൻ ഓരോ ഉരുളയും ഭക്ഷിക്കുന്നത് എങ്കിൽ അവന്റെ ആ ഭക്ഷണത്തിന് അത് ഇബാദത്തായി മാറുകയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രവൃത്തികളും അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മളെ ഈ ഇരുത്തത്തിൽ നമ്മൾ ഇതുപോലെ ധാരാളം നിയ്യാത്തുകൾ വെക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവസാനത്തെ ദർസിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ ലഅനഹുല്ലാ അവൻ പ്രചരിപ്പിച്ച ആ ഒരു
വ്യാജ പ്രചരണത്തിനെ പറ്റിയായിരുന്നു നമ്മൾ അവസാനത്തെ ദർസിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാനുള്ളത് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودومة الجندل قبل وحصل عقد بنت الحارث بعد واتصل وعقد ريحانة في ذي الخمسة وخامسة ثم بنو لحيان بدأ السادسة. جزاكم الله خيرا. പിന്നീട് ഷേഖ് പറയുന്നത് വദൂമത്തുൽ ജന്ദലി ഖബ്ല വഹസൽ. ഹിജ്റ 5-ാം വർഷം നടന്ന രണ്ടാമത്തെ സംഭവമായി ഷേഖ് പറയുന്നത് ദൂമത്തുൽ ജന്ദൽ യുദ്ധമാണ്. ദൂമത്തുൽ ജന്ദൽ യുദ്ധമാണ്. ഇത് സഊദിയയിലെ ഇന്നും നിലനിൽക്കുന്ന ഈ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മദീനക്ക് അടുത്ത് ഇന്നും ഈ പേരിൽ തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് മുൻപെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധം നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ ബനുൽ മുസ്തലഖിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബനുൽ മുസ്തലഖിന് മുൻപെയാണ് ദൂമത്തുൽ ജന്ദൽ യുദ്ധം നടക്കുന്നത്. പക്ഷെ ഷേഖ് ഇവിടെ പറയുന്നത് ബനുൽ മുസ്തലഖിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഷേഖിന്റെ തർത്തീബ് എന്താണോ ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഓരോ യുദ്ധത്തിനും പിന്നിലും എന്തുണ്ടായിരുന്നു, ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ യുദ്ധത്തിനുള്ള കാരണം? ഷാമിൽ നിന്നും മദീനയിലേക്ക് വരുന്ന കച്ചവട സംഘത്തെ ദൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ പ്രയാസപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എങ്ങോട്ടേക്ക് പോയി? ദൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകളോട് പകരം ചോദിക്കുക എന്നുള്ളതാണ് കൂടുതലും കാണാൻ സാധിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് ഈ നിരീശ്വരവാദികളും ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ആളുകളും അവർ പറയുന്ന കാര്യം എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനോട് വളരെയധികം കമ്പമുള്ള അല്ലെങ്കിൽ യുദ്ധത്തിനോട് വളരെയധികം ഇഷ്ടമുള്ളയാളാണ്, രക്തത്തിനോട് താല്പര്യമുള്ള ആളുകളാണ് എന്ന രൂപത്തിൽ വളരെ മോശമായി ആളുകൾ ചിത്രീകരിക്കുകയാണ്. പക്ഷെ സഹോദരങ്ങളെ നോക്കൂ, ഈ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധങ്ങൾ ചെയ്തത്. ഇവിടെ ഷാമിൽ നിന്നും മദീനയിലേക്ക് വരുന്ന, അവിടെ കച്ചവടത്തിന്റെ ആവശ്യത്തിലേക്ക് വരുന്ന ആളുകളെ ദൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിടെയുള്ള ആളുകൾ പ്രയാസപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും കൂട്ടി അവരുടെ അടുക്കലേക്ക് പോയി. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ ഭയപ്പാടോടെ അവിടുന്ന് മാറിപ്പോവുകയുണ്ടായി. കാരണം നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലെങ്കിൽ റസൂലിന് പ്രത്യേകമാക്കപ്പെട്ട ഒരു കാര്യമാണ്, അഥവാ റസൂലും സഹാബത്തും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ശത്രുക്കളുടെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശത്രുക്കളുടെ മനസ്സിൽ ഒരു ഭയം ഇട്ടുകൊടുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് ഇന്നത് കാണാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? ആളുകൾ അള്ളാന്റെ ദീനിൽ നിന്ന് പുറകോട്ടേക്ക് പോയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ സകലമാന സൃഷ്ടികളും അവനെ ഭയപ്പെടും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനാൽ സഹോദരങ്ങൾ, ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒരാളുടെ പ്രതാപം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, എത്ര കണ്ടൊരു സൃഷ്ടി റബ്ബിനെ ഭയപ്പെടുന്നുവോ അത്ര കണ്ട് മറ്റുള്ള സൃഷ്ടികൾ ഈ റബ്ബിനെ ഭയപ്പെടുന്നവനെ ഭയപ്പെടുമെന്നുള്ളത് വല്ലാത്തൊരു വാക്കാണത്. കാരണം യഥാരൂപത്തിൽ ഒരാൾ റബ്ബിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസ്, അത് തന്നെ ഒരാൾക്ക് ധൈര്യം പകരുന്ന ഏറ്റവും വലിയ വാക്കാണ്. എന്താണത്? ലൗ അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യളുറൂക ബിശൈഇൻ ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. ഈ ഉമ്മത്തിലെ സകലമായ ആളുകളും നിനക്കെതിരിൽ തിരിഞ്ഞ് നിന്നെ ശിക്ഷിക്കാനോ നിന്നെ പ്രയാസപ്പെടുത്താൻ ഒരുങ്ങിക്കഴിഞ്ഞാലും റബ്ബ് നിനക്ക് എന്താണോ വിധിച്ചത് അതല്ലാതെ അവർക്ക് ആർക്കും നിന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിലുള്ള ഹദീസുകൾ ഒരു മുസ്ലിം അവന്റെ മനസ്സിൽ കുറിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് അവന് ഒരു സൃഷ്ടിയെ ഭയപ്പെടാൻ സാധിക്കുക? ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അഖ്ഷന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്ന ആളുകൾ ആരാണ്? അല്ലെങ്കിൽ ഭയപ്പെടുന്ന ആളാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ സഹോദരങ്ങളെ, റസൂലും സഹാബത്തും പോയപ്പോൾ ഇവർ ഭയപ്പെട്ടുകൊണ്ട്
അവിടെ നിന്നും ആ സ്ഥലം അവർ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി. അങ്ങനെ റസൂലും സഹാബത്തും നമുക്കറിയാം, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിനങ്ങൾ ചിലവഴിച്ചതിന് ശേഷമാണ് തിരിച്ച് മദീനയിലേക്ക് വരിക. ആ രൂപത്തിൽ തന്നെ റസൂലും സഹാബത്തും കാര്യങ്ങൾ ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ ദൂമത്തുൽ ജന്തൽ യുദ്ധ പുറപ്പാട്. ഹിജ്റ 3-ാം വർഷം നടന്ന മറ്റൊരു സംഭവമായി ഷെയ്ഖ് ഇവിടെ പറയുന്നത് അഖ്ദു ബിനത്തുൽ ഹാരിസി ബഅദ വത്തസൽ. ഇബ്നത്തുൽ ഹാരിസുമായുള്ള വിവാഹം. ബിൻതുൽ ഹാരിസ് ആരാണ് സഹോദരങ്ങളെ ബിൻതുൽ ഹാരിസ്? ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത സംഭവമാണ് ഹിജ്റ 3-ാം വർഷത്തിലെ സംഭവമായി ഷെയ്ഖ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ബനു മുസ്തലഖ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലരെ ബന്ധനസ്ഥരാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ജുവൈരിയ. അവിടുന്ന് ബന്ധനസ്ഥരാക്കിയവരിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ജുവൈരിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്തു. അവരുടെ അന്നത്തെ പേര് ബറ എന്നായിരുന്നു. ബറ അതായിരുന്നു അവരുടെ അന്നത്തെ പേര്. ആ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റുകയും എന്നിട്ട് ഏതു പേര് നൽകി? ജുവൈരിയ എന്ന പേര് പിന്നീട് സ്വീകരിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ആരാധന മേഖലകളിൽ വളരെയധികം അറിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ജുവൈരിയ. ആബിദത്തായിരുന്നു. വളരെ നല്ല രൂപത്തിൽ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അറിയപ്പെട്ട സ്ത്രീയായിരുന്നു ജുവൈരിയ റളിയല്ലാഹു അൻഹ. സ്ത്രീകൾക്ക് അവരെ ഉത്തമ മാതൃകയായി കാണാൻ സാധിക്കും. അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇബാദത്തിന്റെ വിഷയത്തിൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീയായി അറിയപ്പെട്ട നമ്മുടെ ഉമ്മ ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഇതുപോലെ സഹോദരങ്ങളെ ഹിജ്റ 5-ാം വർഷം നടന്ന നേരത്തെ ഞാൻ ഹിജ്റ 3 എന്നാണ് പറഞ്ഞത്, ഹിജ്റ 5 കേട്ടോ. ഹിജ്റ 5-ാം വർഷം നടന്നതിൽ 3-ാമത്തെ സംഭവം. ഹിജ്റ 5-ാം വർഷം നടന്ന അവസാനത്തെ സംഭവമായി ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത് വഅഖ്ദു റൈഹാനത ഫീ ദിൽ ഖാമിസ. 5-ാമത്തെ ഹിജ്റ 5-ാം വർഷം നടന്ന സംഭവം ഷെയ്ഖ് അവസാനമായി പറയുന്നത് റൈഹാനയുമായുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. റൈഹാന ആരാണ് സഹോദരങ്ങളെ? റൈഹാന റൈഹാന ബിൻത് സെയ്ദ്. റൈഹാനത്തു ബിൻത് സെയ്ദ്. നമുക്കറിയാം, ബനു ഖുറൈള യുദ്ധത്തിൽ ബന്ധനസ്ഥരാക്കിയ സ്ത്രീയായിരുന്നു ഇവർ. ബനു ഖുറൈള യുദ്ധത്തിൽ നമ്മൾ മുൻപ് വിശദീകരിച്ചിരുന്നു. ആ സമയത്ത് ബന്ധനസ്ഥരാക്കിയ സ്ത്രീകളിൽപ്പെട്ടവരായിരുന്നു ഇവർ. ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് റൈഹാന ബിൻത് സെയ്ദ് എന്നതാണ്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണോ അതല്ല അടിമ സ്ത്രീയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത കാണാൻ സാധിക്കും. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് എന്നതാണ്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഏത് കിതാബിലാ? ഇബ്നു കസീർ ഓർമ്മയില്ല, അൽ ഫുസൂൽ ഫി സീറത്തി റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും പറയുന്നത് റൈഹാന ബിൻത് സെയ്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ് എന്നതാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നത് നാം മനസ്സിലാക്കുക. ഈ 4 സംഭവങ്ങളാണ് ഹിജ്റ 5-ാം വർഷം നടന്നതായി ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഇവിടെ പറയുന്നത്. ഈ 4 സംഭവങ്ങൾ. പിന്നീട് സഹോദരങ്ങളെ ഹിജ്റ 6-ാം വർഷം സംഭവിച്ച കാര്യങ്ങളാണ് ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറയുന്നത്. അവിടുന്ന് പറയുന്നു സുമ്മ ബനു ലിഹ്യാന ബദ് അസ്സാദിസ. 6-ാം വർഷം നടന്ന 1-ാമത്തെ കാര്യം ബനു ലിഹ്യാൻ യുദ്ധപ്പുറപ്പാടാണ്. ബനു ലിഹ്യാൻ യുദ്ധപ്പുറപ്പാട്. എന്താണ് സഹോദരങ്ങളെ ഈ യുദ്ധത്തിനുള്ള കാരണം? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് പല സ്ഥലങ്ങളിൽ വ്യാപിക്കുകയും
പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അല്ലെ, നമുക്കറിയാം. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ രൂപത്തിൽ അത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന് വളരെ ഊർജമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യഘട്ടത്തിൽ പലരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല. പല ആളുകളും അതിൽ മടിച്ചു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ പോലെയുള്ള ചില ചുരുക്കം വരുന്ന ആളുകൾ മാത്രമാണ് പൊടുന്നനെ ഇസ്ലാം സ്വീകരിച്ചിരുന്നത്. ബാക്കിയുള്ള ആളുകൾ ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ ആളുകളെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷെ ആളുകൾ അത് കേൾക്കുന്നില്ല, ആളുകൾ ആരും മനസ്സിലാക്കുന്നില്ല എന്ന ആ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ പിന്നീട് എന്തുണ്ടാകും? ഉൾവലിയും. പിന്നീട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ മുന്നിട്ട് വരികയില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ആദ്യം ദഅവത്തിന്റെ വിഷയത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ നമ്മൾ ആളുകളെ ഇങ്ങനെ സലഫിയത്തിലേക്കും യഥാർത്ഥ ഇസ്ലാമിലേക്കും ക്ഷണിച്ചിരുന്നു. ഒരാളുകളും സ്വന്തത്തോട് തന്നെ ചോദിക്കുക, എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത്. ആദ്യമുള്ള ആ ഒരു ആവേശം നമ്മളിലുണ്ടോ ഇല്ലയോ? സ്വന്തത്തോടെ എല്ലാവരും ചോദിക്കുക, ആരും മറ്റുള്ളവരിലേക്ക് നോക്കണ്ട. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. യഥാർത്ഥ ഇസ്ലാമിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആളുകളുടെ കൂട്ടം അല്ലെങ്കിൽ ആളുകൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നത് നമ്മുടെ മാനദണ്ഡമാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ആളുകളോട് നല്ല രൂപത്തിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നാളെ ഖിയാമത്ത് നാളിൽ ചില നബിമാർ വരും. അദ്ദേഹത്തിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച എത്ര ആളുകൾ ഉണ്ടാകുക? റജുലുൻ വാഹിദ്, ഒരാൾ മാത്രം. വന്നബിയ മഅഹു ലൈസ മഅഹു അഹദ്. മറ്റു ചില നബിമാർ വരും, ലൈസ മഅഹു അഹദ്, അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷേ അവർ അള്ളാഹു ഇവരാരും സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ നുബുവത്ത് വലിച്ചു കളയണം, ഞാനിനി നബിയാകുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവിടുന്ന് ദഅവത്ത് നടത്തിയത് മാത്രം എത്ര വർഷമാണ്? 950 വർഷമാണ്. 950 വർഷം. അതിനാൽ സഹോദരങ്ങളെ, ആളുകൾക്ക് നമ്മൾ ഈ ദീന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് മടിയുണ്ടാകാൻ പാടില്ല. എന്തിനാണ് മടിക്കുന്നത്? അള്ളാഹുവിന്റെ ഈ ദീൻ അത് ഹക്കാണ്. എത്ര ആളുകൾ അവരുടെ ബാത്തിലുകൾ പ്രചരിപ്പിക്കാൻ അവരുടെ മണിക്കൂറുകൾ അവർ ചെലവാക്കുകയാണ്, അല്ലെ? നിരീശ്വരവാദികൾ അവരെന്ത് ചെയ്യാണ്? അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹക്കിന്റെ ആളുകളായ നമ്മുടെ ബാധ്യത നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ആ ഹദീസ്, ബദഅ അൽ ഇസ്ലാമു ഗരീബൻ. ഇസ്ലാം കടന്നു വന്നത് അപരിചിതാവസ്ഥയിലാണ്. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇതെന്ത് ദീനാണ്, അല്ലെ? നമുക്കറിയാം, നജ്ജാശിയുടെ അടുക്കലേക്ക് സഹാബത്ത് പോയപ്പോൾ അവിടെ വന്നുകൊണ്ട് മറ്റ് ചില ആളുകൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്തു പറഞ്ഞു? അവർ നമ്മുടെ ദീനിൽ നിന്ന് പുറത്തു പോവുകയും, എന്നാൽ നജ്ജാശി അന്ന് ക്രിസ്ത്യാനിയായിരുന്നു, നിങ്ങളുടെ ദീനിലേക്ക് വന്നതുമില്ല, പുത്തൻ ആശയം ഉള്ള ആളുകൾ എന്ന രൂപത്തിൽ നജ്ജാശിയോട് സംസാരിക്കുകയാണ്. ആളുകൾ പറഞ്ഞിരുന്നു, നമ്മുടെ കാരണവന്മാർക്കും പിതാക്കന്മാർക്കും ഒന്നും പരിചയമില്ലാത്ത ഒരു പുതിയ ആശയമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വസയഊദു ഗരീബൻ കമാ ബദ. എങ്ങനെയായിരുന്നു തുടങ്ങിയത് അതേപോലെ തന്നെ എന്താകും? അത് മടങ്ങും. അഥവാ ആളുകൾ താടി കാണുമ്പോൾ ചോദിക്കാണ്, ഇതെന്ത് ദീനാണ്? അല്ലെങ്കിൽ വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ ഉയർത്തി കഴിഞ്ഞാൽ അവർ ചോദിക്കാണ്, ഇതെന്ത് ദീനാണ്? ആളുകൾക്കിടയിൽ യഥാർത്ഥ ദീൻ പാലിച്ച് നടക്കുന്ന ആളുകൾ അപരിചിതരാവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബാ. അപരിചിതർക്ക് മംഗളം. തൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ ഒരു കാരണവശാലും അടിയുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലാവുക എന്നുള്ളതാണ് ഖൈറുൽ ലക മിൻ ഹുംറിൻ നഅം. നിനക്ക് ചുവന്ന വില കൂടിയ ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമായിട്ടുള്ള കാര്യം എന്താണ്? ഒരാൾ ഹിദായത്തിലാവുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മടിയില്ലാതെ നമ്മൾ പ്രവർത്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് പല സ്ഥലങ്ങളിൽ വ്യാപിക്കുകയും പലരും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഓരോ നാട്ടിലും ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ
കൂടുതലായി പഠിപ്പിക്കാൻ ചില സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല നാടുകളിലേക്കും ഇസ്ലാം സ്വീകരിച്ച ആ നാടുകളിലേക്ക് പല സഹാബത്തിനെയും അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാട്ടിലെ ചില ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലെ ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ റസൂലെ അങ്ങ് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആസിം ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിൽ മർസദ് ഇബ്നു അബി മർസദ് അൽ ഗനവി, അതുപോലെ തന്നെ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുമ, ഇവരെയൊക്കെ അടങ്ങുന്ന 10ഓളം സഹാബത്തിനെ റസൂൽ അവിടത്തേക്ക് നിയോഗിച്ചു. അഥവാ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ 10ഓളം സഹാബത്ത് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. യാത്രാ മധ്യേ ഹുദൈൽ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ബനു ലിഹ്യാൻ എന്ന് പറയുന്ന ഒരു കുടുംബം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും കടുത്ത ശത്രുത പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. റസൂലിനോടും സഹാബത്തിനോടും ഇസ്ലാമിനോടും കടുത്ത ശത്രുത പുലർത്തിയിരുന്ന ആളുകളാണ്. എന്താണ് അവരുടെ പേര്? ബനു ലിഹ്യാൻ. ഇവരെന്ത് ചെയ്തു? ഈ വാർത്ത അറിഞ്ഞു, അഥവാ 10ഓളം സഹാബത്ത് ഒരു നാട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന വാർത്ത ഇവരറിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരെ ഈ 10ഓളം വരുന്ന സഹാബത്തിനെ വകവരുത്താൻ ഇവർ തീരുമാനിച്ചു. ഈ 10ഓളം വരുന്ന സഹാബത്തിനെ കൊന്നുകളയണം എന്നിവർ തീരുമാനിച്ചു. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? പക്ഷെ ഇതൊന്നും എന്തെയില്ല, ആളുകളാരും കാണുകയില്ല. 10ഓളം വരുന്ന സഹാബത്തിന് അവരെന്താണ് ചെയ്ത തെറ്റ്? ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നതാണ് തെറ്റ്. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കുടുംബബന്ധം മുറിക്കരുത്, ഇതാണ് ഇവർ ചെയ്ത തെറ്റ്. ഇത് പറഞ്ഞതാണ് ഇവർ ചെയ്ത തെറ്റ്. അങ്ങനെ സഹോദരങ്ങളെ, ഇവരെന്ത് ചെയ്തു? സഹാബത്തിനെയും അന്വേഷിച്ചുകൊണ്ട് അവർ വരുന്ന പല വഴികളിലും നോക്കി. എന്നാൽ ഇവർ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന വാർത്ത സഹാബത്തിന്റെ അരികിൽ എത്തിയപ്പോൾ സഹാബത്ത് എന്ത് ചെയ്തു? പല രൂപത്തിലും വഴിമാറി സഞ്ചരിച്ചു. ഇതൊരു ഹിക്മത്താണ് അല്ലെ? ഇന്നുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് എന്താണ് ചെയ്യുക? അവർ ഒരു ഹിക്മത്തും ഇല്ലാതെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സഹാബത്ത് ചെയ്ത കാര്യം എന്താണ്? ധാരാളം ആളുകൾ അപ്പുറത്തുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യാണ്? അതിലേക്ക് ചെന്ന് പെടാതിരിക്കുകയാണ്. അവർ നമുക്ക് യുദ്ധം ചെയ്യാം എന്ന രൂപത്തിൽ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം ഇവർ യുദ്ധം ഉദ്ദേശിച്ചു പോയതാണോ? അല്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അതുപോലെ തന്നെ അവരുടെ ഉദ്ദേശം ദീൻ പഠിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ പല വഴി മാറി സഞ്ചരിച്ചിട്ടും ഒരു ദിവസം അവർ പരസ്പരം കണ്ടുമുട്ടി. അതിൽ ഇവർ സഹാബത്തിന്റെ കൂട്ടത്തിലെ 7 ആളുകളെ വധിച്ചു കളഞ്ഞു. എന്താണ് സഹോദരങ്ങളെ ഇവർക്കുള്ള കാരണം? ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള ശത്രുതയാണ്. ആ ഒരൊറ്റ കാരണമാണ്. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതാണ് ഇവർ ചെയ്ത തെറ്റ്. ഇങ്ങനെ 7ഓളം വരുന്ന സഹാബത്തിനെ ഈ ബനു ലിഹ്യാൻ ഗോത്രം അവർ വധിച്ചു കളഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 ആളുകൾ, ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ആസിം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എന്ത് ചെയ്തു? നേരെ ഒരു മലമുകളിൽ അഭയം പ്രാപിച്ചു. 7 ആളുകളെ വധിച്ചു കളഞ്ഞു. 3 ആളുകൾ ഒരു മലമുകളിൽ അവർ അഭയം പ്രാപിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, ഇവർ എന്ത് ചെയ്തു? ഈ മലമുകളിൽ ഉണ്ടായിരുന്ന 3 ആളുകളെ ബന്ധനസ്ഥരാക്കി. അങ്ങനെ ഇവരെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരാളെ കൂടി വധിച്ചു കളഞ്ഞു. 8 ആളുകളായി. ഇനി 2 ആളുകളാണുള്ളത്. ഒരു സഹാബിയും മറ്റൊരു സഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സഹോദരങ്ങൾ, ഇവരെ 2 പേരെയും ഖുബൈബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മറ്റേ സഹാബി എന്ത് ചെയ്തു? അടിമച്ചന്തയിൽ കൊണ്ടുപോയി ഇവരെ വിൽക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യമുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിനെ വാങ്ങുകയും ധാരാളം കാലം ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ധാരാളം കാലം ഇവരെ പ്രയാസപ്പെടുത്തി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ധാരാളം കാലം പ്രയാസപ്പെടുത്തി. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുകയാണെന്ന് ഇവർ തീരുമാനിച്ചു. അദ്ദേഹത്തിനോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും അദ്ദേഹം എന്താണ് പറഞ്ഞത്?
എനിക്കൊരു കത്തി കൊണ്ടു തരണം. എന്താണ് അതിനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് വഖ്തലന, നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് 40 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഗുഹ്യഭാഗത്തുള്ള രോമവും അതുപോലെ തന്നെ കക്ഷഭാഗത്തുള്ള രോമവും കൂടുതലായി വെക്കാൻ പാടില്ല. 40 ദിവസത്തിന് മുകളിൽ വെക്കാൻ പാടില്ല. അതിനാൽ അത് വൃത്തിയാക്കാൻ ഒരു കത്തി തരണമെന്ന് പറയുകയും അദ്ദേഹത്തിന്റെ അരികിൽ ഒരു കത്തി കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ നീതി എന്നുള്ളത് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശത്രുക്കളായ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ കയറി ഇരുന്നു കൊണ്ട് ഈ കുട്ടി കളിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തുന്ന കുടുംബത്തിലെ കുട്ടിയാണ് ആരുടെ അടുക്കിലേക്ക് വരുന്നത്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. ഈ കുടുംബം ആകെ ബേജാറാവുകയാണ്. എന്താണ് കാരണം? ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെ കൊന്നുകളയുമെന്ന് ഭയത്താൽ. കാരണം ഇവർ ഇത്രയും നീചന്മാരാണ്. നമുക്കറിയാം, ഒരാളുടെ പ്രവൃത്തി മോശമായി കഴിഞ്ഞാൽ അവർ എല്ലാവരും ചിന്തിക്കുക എന്താണ്? ഞാൻ എങ്ങനെയാണോ ആ രൂപത്തിൽ മറ്റുള്ള ആളുകളെ പറ്റി ഇവർ ചിന്തിക്കാൻ തുടങ്ങും, അല്ലെ? പൊതുവെ പറയാറുണ്ട്, ഒരുത്തന്റെ പ്രവൃത്തി മോശമായി കഴിഞ്ഞാൽ അവന്റെ ചിന്തകളും എന്താകും? മോശമാകും. ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഇവർക്ക് നീതിയില്ല, ഇവർക്ക് എന്തും ചെയ്യ, കുട്ടികളായാലും വലിയ ആളുകളായാലും പ്രയാസപ്പെടുത്തുക എന്നുള്ളത് കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശീലമാണ്. അങ്ങനെ ഇവർ പ്രയാസപ്പെട്ട് കുട്ടിയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ കുടുംബം പറഞ്ഞു, അതെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സഹാബത്തിനെ ഈ രൂപത്തിലല്ല പഠിപ്പിച്ചത് എന്ന ആശയത്തിൽ അവിടുന്ന് മറുപടി നൽകി. സഹോദരങ്ങൾ, എന്നിട്ട് ഇവർ വെറുതെ വിട്ടോ? ഒരിക്കലുമില്ല, അവിടുന്ന് വധിച്ചു കളയുകയാണ്. ഇങ്ങനെ 10 ആളുകളെയും അല്ലെങ്കിൽ 9 ആളുകളെയും ഈ ബനു ലഹിയാൻ എന്ന് പറയുന്ന ആളുകൾ കൊലപ്പെടുത്തി. ഈ കൊടും ക്രൂരത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സഹാബത്തിനെ ഇവർ കൊന്നുകളഞ്ഞു എന്ന് കേട്ടപ്പോൾ സ്വന്തത്തെക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ സ്നേഹിച്ചിരുന്നു. നമുക്കറിയാം, ഖുർആനിലെ ആയത്ത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള റസൂലാണ് നിങ്ങളിലേക്ക് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലിന് ക്ഷമിച്ചിരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി റസൂലും സഹാബത്തും എന്ത് ചെയ്തു? മദീനയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഈ വാർത്ത ബനു ലഹിയാൻ എന്ന് പറയുന്ന ഗോത്രം കേട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പകരം ചോദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവിടുന്ന് ഒരിക്കലും വെറുതെ ചെയ്യുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീയുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ ഈ ശത്രുക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വാസസ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മലമുകളിൽ അഭയം പ്രാപിക്കുകയും അവർ ആ അഭയം പ്രാപിച്ചത് കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ അവിടെയും പ്രത്യേകം യുദ്ധം ഒന്നും നടന്നിട്ടില്ല. നോക്കൂ സഹോദരങ്ങൾ, നമ്മൾ എത്ര യുദ്ധങ്ങൾ പറഞ്ഞു, എത്രയോ യുദ്ധങ്ങൾ നമ്മളിവിടെ പ്രതിപാദിച്ചു. പക്ഷെ ഇതിലേതെങ്കിലും ഒന്നിൽ അന്യായമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുമോ? പക്ഷേ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എപ്പോഴും യുദ്ധം, അല്ലെങ്കിൽ ആളുകളെ വകവരുത്തുക, കൊലപാതകം നടത്തുക. ഇതിന്റെയൊക്കെ കാരണം എന്താണ് സഹോദരങ്ങളെ? അത്രയും ജഹൽ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് മീഡിയാസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മുസ്ലിമീങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എടുത്തു കാണിച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാണ്? അതിനെ എന്തോ വലിയൊരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയുന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഭയം. സുബ്ഹാനല്ലാഹ്, ആളുകൾ ഒരു താടിയും ജുബ്ബയും നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? ഇവർ തീവ്രവാദികളാണ്. എന്താണ് ഇതിനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമുക്കറിയാം പല സിനിമകളിലും തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപമാണ് അവർ കാണിക്കുന്നത്, ഈ രൂപം. എന്നാൽ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഗസയിൽ നടന്ന യുദ്ധം നമുക്കറിയാം. അവിടെയുള്ള അതിന്റെ നേതാവിന്റെ കോലം എന്താണ്? ക്ലീൻ ഷേവായി നല്ല കോട്ടൊക്കെ ധരിച്ച് ഈ രൂപത്തിൽ.
ഇങ്ങനെ മുസ്ലിമീങ്ങളെ കൂട്ടം കൂട്ടമായി കൊന്നുകളഞ്ഞ, ഒരു നീതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ കൂട്ടം കൂട്ടമായി കൊന്നുകളഞ്ഞ എത്രയോ ആളുകളുണ്ട്. ലെനിനെ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവാണ്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ എത്രയോ ആളുകൾ ക്ലീൻ ഷേവായ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? കാരണം ആളുകളുടെ മനസ്സിൽ ഈ ഒരു കാര്യം കുത്തി നിറക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് എന്താണ് അജ്ഞരാണ്. അതിനാൽ തന്നെ നമ്മൾ ആളുകൾ, മുസ്ലിമീങ്ങൾ പോലും അല്ലെ, ഇത്ര ആളുകൾ പറയാറില്ല നീ താടി നീട്ടി വെച്ചുകൊണ്ട് തീവ്രവാദിയാണോ എന്ന് മുസ്ലിമീങ്ങൾ വരെ ചോദിക്കുന്ന അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, ഇസ്ലാമിനെ പറ്റിയുള്ള അറിവുകൾ അത് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ആളുകൾ ആരായാലും പ്രയാസപ്പെടുത്തിയാൽ നമ്മൾ തളരാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ ദീൻ, ഈ ദീൻ ഹക്കാണ്. ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങൾ, എല്ലാവർക്കും ഒരാശയം, അതുകൊണ്ട് ഞാനും ഈ ദുനിയാവിൽ വന്നുപോയല്ലോ, അതുകൊണ്ട് ഇസ്ലാം എന്നൊരാശയം സ്വീകരിച്ചു എന്ന നിലപാട് നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ദീൻ ഹക്കാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദർസ് അവസാനിപ്പിക്കാം. അബൂലഹബിന്റെ സംഭവമാണ്. അബൂലഹബിന്റെ സംഭവം എന്താണ്? അബൂലഹബിന്റെ സംഭവം റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്ത് ഇറക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള ഒരായത്താണ് അല്ലേ? എല്ലാവർക്കും ഹിഫ്ൾ ഉണ്ടാകും. എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അർത്ഥം? അബൂലഹബിന്റെ കൈ നശിക്കട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് എന്ത് പറഞ്ഞു? തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്യാണ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്ന ആയത്ത് ഇറക്കുകയാണ്, അല്ലെങ്കിൽ ഈ സൂറത്ത് ഇറക്കുകയാണ്. ചിന്തിക്കുക, ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ധാരാളം വർഷം ആര് ജീവിക്കുന്നുണ്ട്? അബൂലഹബ് ലഅനഹുല്ലാ, അവൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ചരിത്ര ഗ്രന്ഥങ്ങൾ, ഏത് ഗ്രന്ഥം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അബൂലഹബ് എന്ത് പറയുന്നില്ല? ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് അവൻ കളവ് രൂപത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുക, അബൂലഹബ് തമാശക്ക് പോലും ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താവും? റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ആയത്ത് എതിരാകും. അഥവാ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യേണ്ട വാക്കുകളാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ കരം നശിക്കട്ടെ എന്നത് ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിം പാരായണം ചെയ്യുന്നതാണ്. പക്ഷെ അവൻ അതിന് തൗഫീഖ് ലഭിച്ചില്ല. ഇത് ഏറ്റവും വലിയൊരു തെളിവാണ്. അഥവാ അള്ളാഹുവിന്റെ ഈ ദീൻ അത് ഹക്കാണ്. ഒരു തെളിവ് മാത്രമേ പറഞ്ഞത്. ഇങ്ങനെ ധാരാളം തെളിവുകൾ ഈ ദീൻ ഹക്കാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള ജഹാലത്തുകൾ, ഇതുപോലുള്ള ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ, ചില ആളുകൾ സംശയത്തിലാകുകയാണ്. ശരിയാണല്ലോ, ധാരാളം യുദ്ധങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബദർ, ഉഹദ്, അഹ്സാബ്. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അഹ്സാബ് യുദ്ധം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ചതിച്ചതാണ്. നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്നാലും ആളുകൾ ജഹാലത്തിലാണ് എന്നതാണ് ഖേദകരമായ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് അറിവില്ലായ്മ വ്യാപിക്കും. ഇത്തഖദൂ റൂഅസൻ നാസി ജുഹാലൻ. അവർ ആരെയാണ് റഈസായി, തലവന്മാരായി, മുസ്ലിമീങ്ങളുടെ തലവന്മാരായി സ്വീകരിക്കുക? ജുഹാലൻ, ജാഹിലീങ്ങളായ ആളുകളെയാണ്. അങ്ങനെ അവർ വളരെ മോശമായ ഫത്വ നൽകുകയും സ്വന്തം പിഴക്കുകയും മറ്റുള്ള ആളുകളെ പിഴപ്പിക്കുകയും ചെയ്യും എന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മളെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷയേകാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അള്ളാന്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അല്ലെ? എത്രയോ പണ്ഡിതന്മാർ അവർ പല ഫിത്നകൾ വരുന്നതിന് മുൻപ് അവർ പറയും ഇത് ഫിത്നയാണ് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ആരും എന്ത് ചെയ്യില്ല? അതിന് ചെവി കൊടുക്കില്ല. അങ്ങനെ ആ ഫിത്ന വന്ന് അത് പോയി കഴിഞ്ഞ് അതൊരു ഫിത്നയായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കുക ഇതൊക്കെ കഴിഞ്ഞാലാണ്. പക്ഷെ ആലിമീങ്ങൾ, ഉലമാക്കൾ, അവർക്ക് അത് വന്നു കഴിയുമ്പോൾ തന്നെ, അത് വരുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഫിത്നയാണെന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് IS. നമുക്കറിയാം, IS എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. അവർ വന്ന സമയത്ത് തന്നെ ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദിഇ റഹിമഹുല്ലാ, അദ്ദേഹത്തിനെ പോലുള്ള പണ്ഡിതന്മാർ അവർ പറഞ്ഞിരുന്നു ഇവർ ചെയ്യുന്ന ഈ കാര്യം അത് ശരിയല്ല എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ എന്താണ് വന്നത്? പലതും
സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഉലമാക്കൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇവർ ചെയ്യുന്ന ഈ കാര്യം ശരിയല്ല എന്നുള്ളത്. ഇതൊരു ഉദാഹരണം മാത്രം. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിജയവും രക്ഷയുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയുമാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. إن شاء الله ഉടനെ തന്നെ ഹദീസ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.